കേസ് ഒതുക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥർ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് കോടികൾ ആവശ്യപ്പെട്ട കേസിൽ ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി ആരോപണ കേസിൽ പിടിയിലായ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടക്കം 3 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിൽസൺ, മുരളി മുകേഷ്, രഞ്ജിത്ത് വാര്യർ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വിജിലൻസിന്റെ കസ്റ്റഡി ആവശ്യം കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇത്. കേസ് ഒതുക്കി തീർക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥർ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലാണ് 3 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെ പ്രതികളായ തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അടുത്ത 7 ദിവസം പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കസ്റ്റഡി നീട്ടി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചിട്ടില്ല. കശുവണ്ടി വ്യവസായിയുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നത് എന്നും കാണിച്ച് കൊച്ചിയിലെ ഇ.ഡി. ഡയറക്ടറേറ്റിൽ നിന്ന് 2024 സമൻസ് ലഭിച്ചിരുന്നു. ഇത് പ്രകാരം ഇ.ഡി. ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കും രേഖകളുമൊക്കെ ആവശ്യപ്പെട്ടു. നൽകിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് താക്കീത് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇ.ഡി. ഏജന്റ് എന്ന നിലയ്ക്ക് വിൽസൺ വ്യവസായിയെ ബന്ധപ്പെട്ടത്. ഇ.ഡി. ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കാൻ വീണ്ടും സമൻസ് അയപ്പിക്കാമെന്നും പറഞ്ഞു. മെയ് 14-ാം തീയതി പരാതിക്കാരന് സമൻസ് ലഭിച്ചതായി വിജിലൻസ് പറഞ്ഞു. തുടർന്ന് വിൽസണും പരാതിക്കാരനും ഇ.ഡി. ഓഫീസിനടുത്തുള്ള റോഡിൽ നേരിൽ കണ്ടു. 50 ലക്ഷം രൂപ വീതം 4 തവണകളായി 2 കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലെ അക്കൗണ്ടിൽ നൽകാനും 2 ലക്ഷം രൂപ നേരിട്ട് തന്നെ ഏൽപ്പിക്കാനും വിൽസൺ നിർദ്ദേശിച്ചു. 50,000 രൂപ കൂടി അധികമായി നൽകണമെന്നും പറഞ്ഞു. അക്കൗണ്ട് നമ്പറും നൽകി. ഇതിന് പിന്നാലെയാണ് വ്യവസായി വിജിലൻസിനെ സമീപിച്ചത്. എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വ്യാഴം പകൽ 3-ന് എറണാകുളം പനമ്പള്ളി നഗറിൽ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിൽസനെ പിടികൂടിയത്. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുരളി മുകേഷിന്റെ പങ്ക് വ്യക്തമായത്. തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ രഞ്ജിത്ത് വാര്യരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായി. ഇപ്പോൾ കേസ് ഒതുക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥർ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ 3 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ, 2ാം പ്രതിയുടെ അഭിഭാഷകനായിട്ടുള്ള പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് M.R. മൗനീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് അടിസ്ഥാനത്തിലാണ്, ഏതൊക്കെ കാരണങ്ങളാലാണ് ഈ ജാമ്യം ലഭിച്ചിരിക്കുന്നത്? ഇപ്പോൾ കേസ് ഒതുക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥർ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ 3 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ഉപാധികളോടുകൂടി പ്രതികളായ തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത്. അടുത്ത 7 ദിവസം പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഇതിൽ കസ്റ്റഡി നീട്ടി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി അംഗീകരിക്കുകയുണ്ടായില്ല. കശുവണ്ടി വ്യവസായിയുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് കൊച്ചിയിലെ ഇ.ഡി. ഡയറക്ടറേറ്റിൽ നിന്ന് 2024 സമൻസ് ലഭിച്ചിരുന്നു. ഇത് പ്രകാരം ഇ.ഡി. ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കും രേഖകളും ആവശ്യപ്പെടുകയുണ്ടായി. നൽകാത്ത പക്ഷം കേസെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇ.ഡി. ഏജന്റ് എന്ന നിലയ്ക്ക് വിൽസൺ വ്യവസായിയെ ബന്ധപ്പെട്ടത്. ഇ.ഡി. ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കാൻ വീണ്ടും സമൻസ് അയപ്പിക്കാമെന്ന് അന്ന് സൂചിപ്പിച്ചിരുന്നു. മെയ് 14-ന് പരാതിക്കാരന് സമൻസ് ലഭിച്ചതായി വിജിലൻസ് പറഞ്ഞു. തുടർന്ന് വിൽസണും പരാതിക്കാരനും ഇ.ഡി. ഓഫീസിനടുത്തുള്ള റോഡിൽ നേരിൽ കാണുകയുണ്ടായി. അതിൻ്റെ ഒരു ചരിത്രവുമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും കേസ് ഒതുക്കി തീർക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥർ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ 3 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. അഡ്വക്കേറ്റ് M.R. മൗനീഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഈ കേസിൽ